ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന സോസേജ് ഫ്രൈ ആണ്. ഇത് 1 പാക്കറ്റ് 340 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് സോസേജ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുപ്പമല്ല, ഒരു മീഡിയം സൈസ് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമുക്ക് മസാല 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിവ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം ഞാൻ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പിടരുത്. ഒരു സോസേജിന് അത്യാവശ്യം ഉപ്പ് കാണും, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇടരുത്. എന്നിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അടച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ ഇത് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. സൈഡ് മൂത്തതിന് ശേഷം അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 വശവും മൂത്തിട്ടുണ്ട്. പേപ്പറിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അടുത്ത ഇതുപോലത്തെ നല്ല ഡോണ കിച്ചൻ റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.